ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബാലൻസ് നോക്കാം. ഓക്കെ, കഴിഞ്ഞതിൽ സോളാർ സിസ്റ്റം വരെയാണ് നമ്മൾ ഡിസ്കസ് ആക്കിയത്. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ ദി സോളാർ സിസ്റ്റം? 8 പ്ലാനറ്റ്സ് ആണല്ലേ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഏതൊക്കെയാണെന്ന് 8 എണ്ണവും പറഞ്ഞതാണ്. ഇനി റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദി സോളാർ സിസ്റ്റം. അത് നമ്മൾ എഴുതിയതാണ്. ബിറ്റ്വീൻ ദി ഓർബിറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ് ഡസ് ദി എർത്ത് ഓർബിറ്റ് ലൈ? ഏത് പ്ലാനറ്റിൻ്റെ ഓർബിറ്റിൻ്റെ ഇടയിലാണ് എർത്തിൻ്റെ ഓർബിറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഏതിൻ്റെതാണ്? നമുക്ക് മുകളിലത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം. മാർസിൻ്റെയും വീനസിൻ്റെയും ഇടയിലായിട്ടാണ് എർത്തുള്ളത്. ഓക്കെ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്റ്സ് ഇങ്ങനെ പോകുന്ന ഈ ഒരു കേവ് പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, എർത്ത് എവിടെയാണുള്ളത്? വീനസിൻ്റെയും മാർസിൻ്റെയും ഇടയിലായിട്ടാണുള്ളത്. ഓക്കെ, സോ അവിടെ എഴുതി കൊടുക്കുക, എർത്ത് ഓർബിറ്റ് ലൈസ് ബിറ്റ്വീൻ ദോസ് ദി വീനസ് ആൻഡ് മാർസ്. ഓക്കെ, അടുത്തത് പറയുന്നത് ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഒരു ഗെയിം കളിക്കാം എന്നാണ്. എ ബ്ലൈൻഡ് ഫോൾഡഡ് പേഴ്സൺ ഷുഡ് റീച്ച് അറ്റ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം. ആദ്യം എന്ത് ചെയ്യുക, ഒരു കുട്ടിയുടെ കണ്ണ് പൊത്തിയിട്ട് അവൾ നേരത്തെ ഒരു സ്ഥലം അവർ ക്ലാസ്സിലുള്ള ആൾക്കാർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു കുട്ടിയുടെ കണ്ണ് പൊത്തിയിട്ട് അവൾ ആ പ്ലേസിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കളി. ഫസ്റ്റിൽ ആ കുട്ടി ആ പ്ലേസിൽ എത്തിച്ചേരാൻ ട്രൈ ചെയ്യേണ്ടത് ആരുടെയും സഹായം ഇല്ലാതെ, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെയാണ്. എന്നിട്ട് അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ അവൾക്ക് ഒരാളുടെ ഒരു ഹെൽപ്പ് നേടാം, ഒരു സഹായിയുടെ ഒരു ഹെൽപ്പ് അവൾക്ക് നേടാം. ഇങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ കളി കളിക്കേണ്ടത്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വെൻ വാസ് ഇറ്റ് പോസിബിൾ ടു റീച്ച് ദി ടാർഗറ്റ് ഈസിലി? എപ്പോഴാണ് അവൾക്ക് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേഗം സ്പീഡിൽ കഴിഞ്ഞത്? അവൾ സ്വന്തക്ക് ട്രൈ ചെയ്തപ്പോഴാണോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ടാണോ? വേറൊരാൾ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴായിരിക്കില്ലേ അവൾക്ക് പെട്ടെന്ന് ആ ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. സോ അവിടെ എഴുതി കൊടുക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഇൻസ്ട്രക്ടറിന്. നെക്സ്റ്റ് നോക്കുക, വൈൽ ട്രാവലിംഗ് ത്രൂ ആൻ അൺനോൺ ആൻഡ് അൺഫെമിലിയർ റൂട്ട്. നമുക്കറിയാത്തൊരു സ്ഥലത്ത് കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദി ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ ടു റീച്ച് ദി ഡെസ്റ്റിനേഷൻ ഈസിലി? നമ്മൾ എന്ത് മെത്തേഡാണ് നമ്മൾ ആ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ നമ്മൾ എടുത്തിട്ടുണ്ടാവുക? ഇപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ എന്താണ് ഇടുക? നമ്മൾ മാപ്പ് ഇടും അല്ലേ? മാപ്പ് ഓണാക്കി വെക്കും. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകാൻ കഴിയും അല്ലേ? അതൊരു ഈസി മെത്തേഡല്ലേ? ഇനി നമ്മളടുത്ത് ചോദിച്ചത്, ഡു യു നോ ഹൗ വി ഗെറ്റ് സച്ച് സർവീസസ്? ഇങ്ങനത്തെ സേവനങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അത് നമുക്ക് താഴെ പോർഷനിലേക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം. ഇമാജിൻ ആൻ ഒബ്ജക്റ്റ് ഓർബിറ്റിംഗ് ദി എർത്ത്. നിങ്ങൾ ഒരു ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കുക. വി ക്യാൻ ടേക്ക് പിക്ചർ ഓഫ് ദി എർത്ത് വിത്ത് എ ക്യാമറ അറ്റാച്ച്ഡ് ടു ദാറ്റ് ഒബ്ജക്റ്റ്. എന്നിട്ട് ആ വസ്തുവിനോട് ഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമറ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭൂമിയുടെ പിക്ചർ എടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തൊരു ചിത്രമാണ് നിങ്ങൾക്ക് താഴെ പിക്ചർ 5.18 തന്നിട്ടുള്ളത്. Many mechanical devices including cameras and various instruments created by humans have been sent to the space. ഒരുപാട് ഉപകരണങ്ങൾ ക്യാമറ പോലത്തെ പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയത് സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ദേ കോൺസ്റ്റൻ്റ്ലി റിവോൾവ് അറൗണ്ട് ദി എർത്ത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഭൂമിയുടെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ദിസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആർ കാൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഈ ഡിവൈസുകൾ ഈ ഹ്യൂമൻസ് ഉണ്ടാക്കിയ ഈ മെഷീൻസിന് നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന്. ഓക്കെ, എന്നപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹ്യൂമൻസ് കുറച്ച് മെഷീൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഭൂമിയുടെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഈ ഹ്യൂമൻ മെയ്ഡ് ഡിവൈസിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക.
ഇങ്ങനെയുള്ള ഈ ആർട്ടിഫിഷ്യൽ ഡിവൈസസ് ആണ് നമുക്ക് ഇതുപോലുള്ള സേവനങ്ങളിലേക്ക് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലത്തുള്ള സർവീസസ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് വീടിൻ്റെയും സ്കൂളിൻ്റെയും മറ്റെല്ലാ സ്ഥലങ്ങളുടെയും ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാറ്റലൈറ്റ്സ് നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ആർ സം അതർ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ്? മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഒന്ന് GPS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തത് സാറ്റലൈറ്റ് ഇമേജ് ഓഫ് നമ്മുടെ വീടിൻ്റെയും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഇമേജ് കിട്ടുന്നുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടി. പിന്നെ ബാക്കി മറ്റു എന്തൊക്കെ സേവനങ്ങളാണെന്നാണ് താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മളടുത്ത് ചോദിച്ചത്. 2 പോയിൻറ്റ്സ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഒന്നാണ് ടെലി കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റർനെറ്റും ഫോണിൽ കൂടെയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെയാണ് വെതർ ഫോർകാസ്റ്റ്. വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ മനസ്സിലാക്കാൻ, ഇപ്പം കാറ്റ്, അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ്. പിന്നുള്ളതാണ് സയൻറ്റിഫിക് റിസർച്ച്. ഇപ്പം നമുക്ക് നമ്മുടെ ഭൂമിയെ പറ്റി പഠിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് കൂടി അവിടെ എഴുതി ചേർക്കുക. അപ്പോൾ ഒരു 5 പോയിൻ്റായി ടോട്ടൽ. 2 നേരത്തെ മുകളിൽ പറഞ്ഞ GPS പിന്നെ നമ്മുടെ വീടിൻ്റെ ഇമേജൊക്കെ കിട്ടാൻ ഹെൽപ്പ് ആക്കുന്നുണ്ട് ടെലി കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, സയൻറ്റിഫിക് റിസർച്ച്. 5 പോയിൻ്റ് ആയിട്ടുണ്ട്. അടുത്തത് താഴെ നമ്മുടെ ഇന്ത്യ ലോഞ്ച് ചെയ്ത കുറച്ച് സാറ്റലൈറ്റ്സുകളും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് 1 by 1 നോക്കാം. ഒന്നാമത്തേതാണ് ഇൻസാറ്റ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്, വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത് എജുസാറ്റ്. അതിൽ എന്തിനാണ്? എഡ്യൂക്കേഷൻ, നമ്മുടെ പഠന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അടുത്തത് IRNSS, നാവിഗേഷൻ, ഗതി നിർണയത്തിനാണ്. അടുത്തത് കാർട്ടോസാറ്റ്, അത് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ. അടുത്തതാണ് ആസ്ട്രോസാറ്റ്. അതിലുണ്ട് ആസ്ട്രോ ഉണ്ട്, അത് ആസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആസ്ട്രോഫിസിക്സ് റിസർച്ച്, ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത് GSAT-7 എമിസാറ്റ്, അത് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം സാറ്റലൈറ്റ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു പോയിൻ്റാണ് ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS ഈസ് എൻ ഇൻഡിജീനിയസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ഇത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഇത് ഇക്വിവാലൻറ്റ് ടു GPS എന്നാണ് പറഞ്ഞത്. ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിന് സമമാണെന്നാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആണ് റോക്കറ്റ്സ്. ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ടു ദി സ്പേസ്? നമ്മൾ പറഞ്ഞു സ്പേസിലുള്ള പല കാര്യത്തിനും ഉപയോഗത്തിനൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഒക്കെ സ്പേസിൽ എത്തിച്ചേരുന്നത്? നമുക്കിവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് തന്നിട്ടുണ്ട്. സാറ്റലൈറ്റ് ലോഞ്ച് ഓൺ May 29, ബാംഗ്ലൂരു. ദ ലോഞ്ച് ഓഫ് നാവിഗേഷണൽ സാറ്റലൈറ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ബൈ അവർ കൺട്രി വിൽ ടേക്ക് പ്ലേസ് ഓൺ May 29. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു നാവിഗേഷണൽ സാറ്റലൈറ്റ് May 29 സ്പേസിൽ എത്തി എന്നാണ് പറയുന്നത്. ദ സാറ്റലൈറ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ടു ദി ഓർബിറ്റ് യൂസിങ് GSLV F12. It will be raised to its orbit by the rocket in 18 minutes. 18 മിനിറ്റ് കൊണ്ടാണ് ഇത് സ്പേസിലേക്ക് എത്തിച്ചേർന്നത്. അത് എന്തിൻ്റെ സഹായത്താലാണ്? ഒരു റോക്കറ്റിൻ്റെ സഹായത്താലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ സ്പേസിലേക്ക് എത്തിച്ചേരുന്നത് വെച്ചാൽ അത് റോക്കറ്റ് വഴിയാണ്. ഓക്കെ, The Indian Space Research Organization ISRO is the space agency responsible for planning and executing the space missions of our country. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്പേസിലേക്കുള്ള ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ തീരുമാനിക്കാൻ നിയമിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഏജൻസി.
Collect the names of space research institutions of other countries and note them in your science diary. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയാണ് ISRO. ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ സ്പേസ് ഏജൻസീസ് നമ്മുടെ കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഓരോ സ്റ്റേറ്റ്സിൻ്റെത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെത് NASA ആണ്, ചൈനൻ്റെത് CNSA ആണ്, യൂറോപ്പ് ESA, റഷ്യ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ ആണ്, ജപ്പാൻ്റെത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. ആ ഡിഫറൻസ് കൺട്രീസിൻ്റെ നിങ്ങൾ കണ്ടെത്തി അവിടെ എഴുതുക. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളുടെ ഏജൻസീസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ISRO ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ടോപ്പിക്കാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്. ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റുകൾ നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള സ്ഥലമാണ്. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ എന്നത് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഈ കേന്ദ്രങ്ങൾ ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കും ബഹിരാകാശ ഗവേഷണത്തിനും ഉപയോഗിക്കുന്നു. കേരളത്തിലെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. സോ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ വായിച്ചു നോക്കുക. പിന്നെ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.